അപ്പൊ ഈ വീഡിയോയിലൂടെ ഇപ്പോഴും പെട്ടി കിടക്കണ OTTക്ക് പോലും വേണ്ടാത്ത കുറച്ച് മലയാള സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. OTT ഇതുവരെ വരാത്ത കുറച്ച് സിനിമകളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യ ചിത്രം മോഹൻലാലിന്റെ വൃഷഭ എന്ന സിനിമയാണ്. കഴിഞ്ഞ മാസം ഡിസംബറിൽ വന്നിട്ട് പൊട്ടിച്ചു പോയ കിടിലൻ ബോംബ്. അപ്പൊ ഈ സിനിമ 200 കോടിയുടെ പടം ഇതുവരെ OTT വന്നിട്ടില്ല. ഒരറിവില്ല അതിനെ കുറിച്ചിട്ട്. വൃഷഭക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത സിനിമ ഗപ്പിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജോപോൾ ജോർജിന്റെ സംവിധാനത്തിൽ എത്തിയ പേഴ്സണലി ഞാൻ വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് ആശാൻ എന്ന സിനിമ. നല്ല കുറെ അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമയാണ്, പക്ഷെ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ സിനിമ ഇതുവരെ OTTയുടെ ഒരു അപ്ഡേറ്റ് പോലും കിട്ടിയില്ല. ഇന്ദ്രൻസ് നായകനായി എത്തിയ സിനിമയായിരുന്നു ആശാൻ എന്ന സിനിമ. ആശാനിലെ പാട്ടുകളൊക്കെ വൈറലായിരുന്നു. അടുത്ത സിനിമ നോക്കുകയാണെങ്കിൽ മാർക്കോ എന്ന സിനിമക്ക് മുന്നേ അനീഫ് അദേനി പടച്ചു വെച്ചൊരു പടം ഉണ്ടായിരുന്നു, ബോസെൻകോ എന്ന സിനിമ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മലങ്കൾട്ടല്ല. മലങ്കൾട്ടാണെങ്കിൽ സുഖമായിട്ട് ആസ്വദിക്കാലോ. കാണിക്കുന്ന കോമാളി തരങ്ങൾ കോപ്രായങ്ങൾ കണ്ട് ആസ്വദിക്കും. അതും പറ്റൂല. ഇത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തൊരു സിനിമ. ഓണത്തിന് വന്ന ഓണം ബോംബായിരുന്നു. അപ്പോൾ അറക്കിയ എമൗണ്ട് പോലും സിനിമ തിരിച്ചുപിടിക്കാൻ പറ്റിയില്ല, അതിന്റെ പകുതി പോലും പറ്റിയില്ല. അപ്പോൾ സിനിമ ഇതുവരെ ഒട്ടിച്ചിരുന്നില്ല. നെയ്മ്പോളിന്റെ അട്ടർ ഫ്ലോപ്പ് സിനിമയാണ് ഈ ഒരു ചിത്രം, ബോസെൻകോ എന്ന സിനിമ. ഓണത്തിന് വന്നിട്ട് ഗുണ്ട് പോലെ പൊട്ടിച്ചു പോയൊരു സിനിമയായിരുന്നു. അപ്പൊ സിനിമ ഇതുവരെ ഒട്ടിച്ചിരുന്നില്ല. അടുത്ത ചിത്രം ഹണി റോസിന്റെ സിനിമയായ റൈച്ചൽ എന്നൊരു സിനിമ ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ തന്നെ റിലീസ് ഡേറ്റ് മാറ്റി കളിച്ചിട്ട് അവസാന ഡേറ്റിലാണ് റിലീസ് വന്നത്. ഹണി റോസ് ഇതിലൊരു കശാപ്പുകാരിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫാമിലിയിൽ സംബന്ധിച്ച് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു പ്ലോട്ട് വരുന്നത്. അഥവാ ഒരു ഫാമിലി ത്രില്ലറാണ് ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രവും ഇതുവരെ OTTയിൽ ഒരു അപ്ഡേറ്റ് പോലും കിട്ടാത്ത ഒരു സിനിമയാണ്. ലിസ്റ്റിലെ 5ാമത്തെ ചിത്രം കുറെ ആൾക്കാർ കാത്തിരിക്കുന്ന ബസ്സിലെ ബസൂക്ക. ബസ്സിലിരുന്ന് എന്തൊക്കെയോ കഥ പറയാം. അങ്ങനെയാണ് തോന്നുന്നു ഈ സിനിമയ്ക്ക് പേര് ബസൂക്ക എന്ന്. ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക. അപ്പോ ബസൂക്ക സിനിമ ഇതുവരെ OTTയിൽ നടന്നിട്ടില്ല. സിനിമ സോണി ലൈവും നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിവരം പോലുമില്ല. ഈ ഒരു ചിത്രം വന്ന സമയത്ത് കിട്ടിയ ഇതിന്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ. നമ്മുടെ ഡിനോഡിന് സംവിധാനത്തിൽ എത്തിയ ചിത്രമാണ്. ഗെയിം ത്രില്ലർ ആയിട്ടൊക്കെ എത്തിയ സിനിമയാണ്. ഇനിയിപ്പോ മകന്റെ ഒരു ഗെയിം ത്രില്ലർ വരാനുണ്ട്, എന്താണെന്ന് അറിയില്ല. പുതിയ ആൾക്കാരെ പിടിച്ച് പടം ചെയ്യാണ് മമ്മക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നൊരു ചിത്രമായിരുന്നു ബസൂക്ക. ഒരു വിവരമുള്ള പടത്തിന് ആവറേജ് അഭിപ്രായമായിരുന്നു. അപ്പോൾ ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്തത് പൃഥ്വിരാജ് അവസാനമായി പൊട്ടിച്ച ജയനമ്പ്യാർ സംവിധാനത്തിലെത്തിയ വിലായത്ത് പുത്ത. അപ്പോൾ മറയൂർ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ ആവറേജ് ഫ്ലോപ്പ് ആയിരുന്നു. പടം OTT വന്നിട്ടില്ല, പക്ഷെ പടം പ്ലേ സ്റ്റോറിൽ ഗെയിം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ. അപ്പൊ ഈ പടത്തിന് വെയിറ്റ് ചെയ്യുന്നവരും പറഞ്ഞ പോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തതും കൂടുതൽ പേരും കാത്തിരിക്കുന്ന സിനിമയാണ് ഉദയകൃഷ്ണയുടെ തിരക്കഥയിലെത്തിയ ബാന്ദ്ര. അത്രയും ഒരു ഹൈപ്പിലെത്തിയ ദിലീപേട്ടൻ ചിത്രമായിരുന്നു. ഇതിന്റെ ട്രെയിലറൊക്കെ വേറെ ലെവലായിരുന്നു. ബോംബെ ഷൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തൊരു കിങ് ഓഫ് കൊത്ത എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇത് കിങ് ഓഫ് കൊത്തനെക്കാട്ടും വലിയ ബോംബായി മാറി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ഒരു സിനിമ ഉദയകൃഷ്ണയുടെ പഴയ സ്റ്റൈല് തിരക്കഥയാണ് ഈ ഒരു പടത്തിന് മെയിനായിട്ട് അബദ്ധം പറ്റിയത്. അപ്പോൾ ഈ ഒരു സിനിമ OTTക്ക് പോലും വേണ്ട എന്നുള്ളതാണ്. തമനയുടെ ഫസ്റ്റ് മലയാള പടം കൂടിയായിരുന്നു സിനിമ. അടുത്തതും ഒരു ദിലീപ് ചിത്രം തങ്കമണി. അപ്പോ തങ്കമണി രതീഷ് ചിത്രമായിരുന്നു. നമ്മുടെ ഉടൽ എന്ന സിനിമ സംവിധാനം ചെയ്ത രതീഷിന്റെ ചിത്രമായിരുന്നു തങ്കമണി എന്ന സിനിമ. തങ്കമണിയുടെ പ്രശ്നം എന്താ വെച്ചാൽ സീരിയലാണ്. ഇത് സിനിമയാണോ എന്നൊക്കെയാണ് പടം കണ്ടിട്ട് ചോദിച്ചത്. അപ്പൊ ഈ പടം തിയേറ്ററിൽ ഫ്ലോപ്പായ സ്ഥിതിക്ക് OTT ആരും മേടിച്ചില്ല. അപ്പൊ നിലവിൽ OTT ഒരു അപ്ഡേറ്റ് പോലും തങ്കമണിയിലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാടധികം സിനിമകൾ പറയാണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ എത്രത്തോളം ആൾക്കാർക്ക് എത്തുമെന്നറിയില്ല. അതിനനുസരിച്ചിട്ടാണ് അടുത്ത പാർട്ട് എന്തായാലും ചെയ്യുന്നതാണ്. ഒരു 3-4 പാർട്ട് ചെയ്യാനുള്ള അത്രയും സിനിമകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഇനി വെയിറ്റ് ചെയ്യുന്ന OTT ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക. കെയിൻ ഇറക്കിയ വീഡിയോ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ആ വീഡിയോയിൽ എഫേർട്ട് ഇട്ടില്ല, പക്ഷെ ആ വീഡിയോ 10-20K കയറി പോയത്. യൂട്യൂബിന്റെ ഒരു അൽഗോരിതങ്ങൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്താൽ അതിന് വ്യൂസ് ഇല്ല. ചാനൽ 2K അടുത്ത തരക്കണം. അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.